പേര് ഹസീന ഹനീഫ്. ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ എൻ്റേതായ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഓഷ്യൻ സീക്രട്ട് ബിരിയാണി. ആദ്യമായി ഒരു പാന് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഗീ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് സവാള ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ്. ഇതൊന്ന് നന്നായി മൂത്ത് വരട്ടെ. ഈ സമയം കൊണ്ട് ഞാനിവിടെ എൻ്റെ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ ചെറുനാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാൻ. സവാള ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അത് പാനിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റി വെക്കണം. ഇനി ഈ വെള്ളാവോലി ഒരു കുറച്ച് 4-5 ചെമ്മീൻ ഞാൻ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഫിഷും ഈ ചെമ്മീനും ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഇനി അടുത്തതായി ഈ ബാക്കി വെച്ച അല്പം കൂടി ഒഴിച്ച് അതിൽ മസാലയുടെ ഈ ഉള്ളി വഴറ്റണം. ഈ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി കുറച്ച് വാടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നല്ലോണം കറിവേപ്പില ഇടുക. ഇത് നന്നായി സോഫ്റ്റ് ആകുന്നവരെ വാട്ടിയെടുക്കണം. ഇത് ഏകദേശം വഴന്ന് വരാറായി. ഇതൊരു സൈഡ് ആക്കി ബാക്കി ഇൻഗ്രീഡിയൻസ് ഞങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ചതാണ്. ഇതൊരു 3 ടീസ്പൂൺ. ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് നന്നായി മാറി വരുന്നത് വരെ, സോഫ്റ്റ് ആകുന്നത് വരെയും നല്ലോണം വഴറ്റണം. ഇനി ഇതിലേക്ക് പച്ചമുളകും മല്ലിയിലയും കൂടെ പുതിനയിലയും കൂടെ അരച്ചതാണിത്. അതൊരു 2 ടീസ്പൂൺ, 2-2.5 ടീസ്പൂൺ വരെ ആവാം. ഇത് ഏകദേശം നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചതും, ക്രാബ്, കല്ലുമ്മക്കായ ഇത് ബോയിൽ ചെയ്ത് വെച്ചതാണ്. ഇതിനി ഒന്ന് നന്നായി നല്ല വഴറ്റി ഒരല്പസമയം കൂടെ മൂടി വെക്കുക. ഇനി അടുത്തത് ഇതിലേക്ക് ഒരല്പം ഒരു 1/2 കപ്പോളം തൈര് ചേർക്കുക. ഇത് തൈര് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് ഒരു 8 to 10 മിനിറ്റ്സ് വേവുന്നത് വരെ മൂടി വെക്കുക. ഫ്രൈ ചെയ്ത ഈ ഉള്ളി ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം കൂടെ വേവിച്ചെടുക്കും. കൽക്കട്ട കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത ആളാണ്. മച്ചാ ബിരിയാണിയാണോ? മച്ഛലി ബിരിയാണിയാണോ? മച്ഛലി മിക്സഡ് മച്ഛലിയാണ്. മിക്സഡ് ഫിഷ് എന്തൊക്കെയാ വരിക? ഇത് ക്രാബ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, പിന്നെ കല്ലുമ്മക്കായ ഉണ്ട്, പിന്നെ ഒരു പോംഫ്ലെറ്റ് ഫിഷ്. ഇത് വൈറ്റ് ആഗോലി, വെള്ളാവോലി, അത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ സ്റ്റോക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ ഹോളായിട്ട് തലയടക്കം തന്നെ മസാല ആക്കി തലയും കൂടെ ചേർത്തു. അതിൻ്റെ ടേസ്റ്റ്. ഏതിൻ്റെയൊക്കെ തല? ഇതിൻ്റെ മാത്രം. ഈ ക്രാബ് അങ്ങനത്തെ ഇത് പ്രോൺസിൻ്റെ. ഓക്കെ. പിന്നെ മഷ്റൂം ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ. മഷ്റൂം ഉണ്ട്, അത് ഞാൻ സ്പെഷ്യലായിട്ട് ഇതിനകത്ത് ചേർത്തു. എൻ്റെ ഒരു കയ്യിൽ നിന്നുള്ള ഒരു ഇംപ്രവൈസേഷൻ. കൽക്കട്ടയിൽ നിന്ന് വന്നിട്ട് എത്ര കാലമായി നാട്ടിൽ സെറ്റിൽ ചെയ്തിട്ട്? 16 ഇയേഴ്സ്, 16 വർഷമായി. ബംഗാളി ഫുഡൊക്കെ നല്ല ബംഗാളി ഫുഡ് അങ്ങനെ അത്യാവശ്യം. അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്, പാനിപ്പൂരി, ദഹിപ്പൂരി, ദഹിവടയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. മക്കള് 5 പേരുണ്ട്. 5 കുട്ടികളുണ്ട്. വാവ്, 3 പേര് കല്യാണം കഴിഞ്ഞ്, ഇനി 3 പെൺകുട്ടികൾ അവിടെ അബുദാബിയിലാണ്. 3 പേര് അവിടെ. 2 HR-ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരാൾ സൈക്കോളജിസ്റ്റായിട്ട് അവിടെ. പിന്നെ മോന് 4-ാമത്തെ ആളാണ്.
അപ്പോൾ അവന് ഡൽഹിയിൽ UX ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു. ഇനി ഒരാൾ പിന്നെ കൂടെ ഉണ്ട്. +2 പഠിക്കുന്ന ഒരു മോള് കൂടെയുണ്ട്. അത് മോനാണ് അല്ലേ? മോള് ഒരു മോനേ ഉള്ളൂ. ഓക്കെ ഓക്കെ നടക്കും. അടുത്തത് ഈ ഓണിയൻ ഫ്രൈ ചെയ്ത ഈ ഓയിൽ കുറച്ച് കുക്കറിലേക്ക് ഒഴിക്കുക. ഒരല്പം കാഷ്യൂ ഒന്ന് നന്നായി വാടി വരുമ്പോൾ കുറച്ച് കിസ്മിസും ഇത് വഴറ്റി മാറ്റി വെക്കും. ഇനി അടുത്തതായി 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. അതിലേക്ക് ഇത് മുറിച്ച് വെച്ച ബട്ടൺ മഷ്റൂമാണ്, അല്പം വെളുത്തുള്ളി അരച്ചത്, കൂടെ ഒരല്പം പെപ്പർ. ഇത് നന്നായി ഒന്ന് വഴറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഓണിയൻ ഫ്രൈ ചെയ്ത ആ ഓയിൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിനുള്ള റൈസ് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇത്. ഫെനൽ സീഡ്സ് ആണ് ഒരല്പം, ഒരു 2-3 വഴനയില, ഒരു 4-5 ഗ്രാമ്പൂ, ഒരു 4-5 ഏലക്ക. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇത് ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഈ ചോറ് വേവുന്ന സമയം കൊണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൽ ഒരല്പം കളറ് മിക്സ് ചെയ്ത് വെക്കാം. ഇനി അടുത്തതായി ഇത് മസാലയിലേക്ക് ചോറിട്ട് നമുക്ക് ദം ചെയ്യാം. അല്പം ചോറ് ഇടുക. അതിനുശേഷം പുതിന ഇല, മല്ലിയില എന്നിവ മുകളിൽ വിതറുക. ഒരല്പം ഉള്ളി ഇടുക, കാഷ്യൂ, കിസ്മിസ്, ഒരല്പം കളർ ഇടുക. ബാക്കിയുള്ള ചോറ് മുകളിൽ വീണ്ടും ഒരു ലെയറാക്കുക. ഇനി അവസാനമായി ഞാൻ ഈ സോട്ട് ചെയ്ത് വെച്ച മഷ്റൂം മുകളിൽ തൂകുക. കാഷ്യൂ, കിസ്മിസ്, ഒരല്പം കളർ, പുതിനയില, മല്ലിയില, അല്പം ഗീ കൂടെ ഇട്ട് ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ ചെറിയ തീയിൽ ദമ്മിൽ വെക്കണം. ഓഷ്യൻ എന്തായിരുന്നു? ഓഷ്യൻ സീക്രട്ട് ബിരിയാണി. യെസ്. ആ, അതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാം അല്ലേ? മാക്സിമം അതിനകത്ത് കയറ്റി. എത്ര റൈസ് എടുത്തിരുന്നു? ഞാൻ ഹാഫ് കെ ജി. ആവാറായോ? ആവാറായോ? കുക്ക്ഡ് ആവാറായോ? ഇല്ലിപ്പോൾ ഞാൻ ദമ്മിൽ വെച്ചിട്ട് 5 മിനിറ്റ്സ് ആകുന്നേ ഉള്ളൂ. ഇനി എത്ര ടൈം 10 to 15 മിനിറ്റ്സ്. അല്ല, മീൻ വറുത്തത് ഏറ്റവും മുകളിലെടുത്ത് വെച്ചിരിക്കുന്നത് അതൊന്ന് ഡെക്കറേഷൻ കാണാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാത്തും പോയല്ലോ. എല്ലാത്തും കുറച്ച് ബാക്കി അത് ആവശ്യത്തിന് വെച്ച് അത്ര ആവശ്യം. ഓൾമോസ്റ്റ് റെഡി. റെഡിയാണ്. ഇത് 10 മിനിറ്റ്സ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം. ബിരിയാണി ദം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവിങ് ബൗളിലേക്ക് മാറ്റാം.